ഹായ് അസ്സലാമു അലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ബീഫ് മസാല, 1/4 സ്പൂൺ നമ്മളെ കറി മസാലയും 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് ബീഫ് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലകളെല്ലാം നന്നായിട്ട് ആ ബീഫിൽ പിടിച്ച് കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സവാളയിൽ ഉപ്പിട്ടാണ് വഴറ്റിയിട്ടുള്ളത്. ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉപ്പിടാൻ നേരം വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സാക്കി എടുക്കാം. ആ മിക്സ് നമ്മുടെ മുട്ടയുടെ ബാറ്ററില്ല അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മിക്സ് ഇല്ലേ അത് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ബീഫിൻ്റെ മിക്സ് ഇല്ല അതിന് കറക്റ്റായിട്ടാണ് കേട്ടോ 3 മുട്ടയുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് വരുവാണ്. നിങ്ങൾ ബീഫിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇല്ലാതെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നേരിട്ട് അടുപ്പിൽ വയ്ക്കാൻ പാടില്ല. പഴയൊരു തവ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്ത് കിട്ടും. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് വെച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് ചിക്കൻ വെച്ച് ഇതേ രീതിയിൽ തന്നെ ചിക്കൻ പോള റെഡിയാക്കി എടുക്കാവുന്നതാണ്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാകുന്ന ഒരു സ്നാക്സാണിത്. ഇഫ്താറിന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഫുഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.